ഇനി നമുക്ക് കുറച്ച് ഫങ്ഷൻസ് പറയാം. അപ്പം അതിന് മുമ്പ് നമുക്കൊരു സിമ്പിൾ ഒരു മാർക്ക് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് മെർജ് ചെയ്ത് വെക്കാം. അപ്പോൾ സെലക്ട് ചെയ്യുക, മെർജ് ആൻഡ് സെൻറ്റർ എടുക്കും. അതിന് ശേഷം ഇത് ഡ്രാഗ് ചെയ്യാം. ഇതിനകത്ത് മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം, മാർക്ക് ലിസ്റ്റ്. ഇത് സെൻറ്ററിൽ ചെയ്യാൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുക, സെൻറ്റർ അലൈൻമെൻറ്റ് എടുക്കുക, ബോൾഡ് സൈസ് എല്ലാം കൂട്ടി വെക്കുക. മാർക്ക് ലിസ്റ്റ് ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റോൾ നമ്പർ വേണം അല്ലേ. റോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. റോൾ നമ്പർ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാന്ന് വെച്ചോ. ഇപ്പം ലൈബ്രറി സയൻസ് ആണെങ്കിൽ ലിബ് 101. ഇപ്പോൾ അടുത്ത ആൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, കഴ്സർ ഇവിടെ വെക്കുക, ഈ കോർണറിൽ വെക്കുക, അതിന് ശേഷം ഡ്രാഗ് ചെയ്യുക. ആൾക്കാരുടെ നെയിം എന്ത് ചെയ്യുക, നെയിം. പിന്നെ എന്ത് ചെയ്യുക, മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്ക് M1 M2 M3. നമുക്ക് ടോട്ടൽ മാർക്ക് കാണാം, ആവറേജ് മാർക്ക് കാണാം, ഇത്രയും കാണണം. ഇപ്പം നെയിം കുറച്ചാളെ പേര് മഞ്ജു, രാഹുൽ, കുറച്ച് ആൾക്കാരുടെ പേര് പഠിച്ചു, ദീപ, തൽക്കാലം അത്ര മതി അല്ല. കുറച്ച് ആൾക്കാരുടെ പേരടിച്ചു. ഇനി മാർക്ക് നമുക്കൊരു 100 മാർക്കാക്കാം. 67 സെലക്ട് ചെയ്യാം. ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇത് ഡ്രാഗ് ചെയ്തിടുന്നേ ഉള്ളൂ, ഇൻക്രീസിങ് ഓർഡറിൽ. ഇത് ഡിക്രീസിങ് ഓർഡറിലാണെങ്കിൽ ആദ്യം 88 ടൈപ്പ് ചെയ്യുക, കോർണറിൽ നിന്ന് വലിച്ചിങ്ങനെ വലിച്ചാൽ മതി. 67 68 രണ്ടും കൂടെ സെലക്ട് ചെയ്തു. നമുക്കിവിടെ എന്ത് ചെയ്യണം, ഇവരെ ടോട്ടൽ കാണാനില്ല ബിൽട്ടിനായിട്ടുള്ള ഫങ്ഷൻസ് വേണ്ട. ഇത് ഓട്ടോസം എന്ന് പറയും. ഓട്ടോസം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് എ സിമ്പിൾ കാൽക്കുലേഷൻ സച്ച് ആസ് ആവറേജ്, മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഡീഫോൾട്ടായി റിബണിലില്ല കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഏതാണ് ഓട്ടോസമ്മിൽ വരുന്ന ഫങ്ഷൻസ്? സമ്മ്, ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാക്സിമം, മിനിമം. ഇത്രയും ഫങ്ഷൻസാണ് ഏതിൽ വരുന്നത്, ഓട്ടോസം എന്ന് പറയുന്നത്. ഈ റിബണിലില്ല ഓട്ടോസമ്മിൽ വരുന്ന ഏതെല്ലാം? സമ്മ്, ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാക്സിമം, മിനിമം. ഇത്രയും ബേസിക്കായ ഫങ്ഷൻസ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ ഫങ്ഷൻസ് എടുക്കും. ഓട്ടോസം സിമ്പിൾ ഓട്ടോസമ്മേ കണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ചെയ്തിട്ട് ഓട്ടോസം ക്ലിക്ക് ചെയ്താൽ മതി, എൻ്റർ അടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതിന് പകരം നമ്മൾ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് കാണുന്നെങ്കിൽ ഈക്വൽ ടു SUM എന്ന് പറയുന്ന ഫങ്ഷൻ, സം എന്ന് പറയുന്ന ഫങ്ഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സമ്മ് നമ്പർ 1 നമ്പർ 2. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും നമ്പേഴ്സിൻ്റെ സമ്മ കാണണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ അതിൻ്റെ റേഞ്ചാണ് കാണിക്കുക, C3 to E3 അല്ലേ. C3 എന്ന് പറയുന്നത് എന്താ, C എന്ന് പറയുന്ന കോളം 3rd റോ, അത് മുതൽ എത്ര E3 വരെ, E എന്ന് പറയുന്ന കോളം 3rd റോ, C3 to E3 പഠിക്കും. അപ്പോൾ ഒരാളെ സമ്മ കണ്ടു. ഇനി അടുത്ത ആളത് വേണം, നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഈക്വൽ ടു SUM ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓരോ ആളും കാണണമെന്നില്ല, എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഫസ്റ്റ് സെല്ലിൻ്റെ മാത്രം ചെയ്യാം. ഇവിടെ കേഴ്സർ വെക്കുക, കോർണറിൽ വെക്കുക, ഈ ബ്ലാക്ക് സിമ്പിൾ വരിക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഓരോരാളെ ടോട്ടൽ മാർക്ക് കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ ഏതാ ഫങ്ഷൻ, ഈക്വൽ ടു സമ്മ് നമ്പർ 1, ആ റേഞ്ച് കൊടുത്താൽ മതി, C3 to E3. ഇനി ആവറേജ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ് ഈക്വൽ ടു ആവറേജ്. ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക,
ആവറേജ് മാർക്ക് കാണേണ്ട സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ അവരെ ആവറേജ് മാത്രം കണ്ടു ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക, ഒരു ഓർഡറിൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ഡെസിമൽ പ്ലേസ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടേ. അപ്പം ഡിക്രീസ് ഡെസിമലോ ഇൻക്രീസ് ഡെസിമലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഓർഡറിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ആവറേജായി. അപ്പോൾ ഏതെല്ലാം ഫംഗ്ഷനാണ് സിമ്പിളായിട്ട് പഠിച്ചത്? സമ്മ്, ആവറേജ്. ഇനി പഠിക്കാനുള്ളത് ഇതിലെ മിനിമം വാല്യൂ ആയിരിക്കാന്ന് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയെന്ന് അറിയണം അല്ലേ. മിനിമം വാല്യൂ ഓഫ് ദിസ് മാർക്ക് ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ കാണണമെങ്കിലുള്ള ഫംഗ്ഷനാണ് ഈക്വൽ ടു മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. മിനിമം അല്ല, ഈക്വൽ ടു മിൻ. ഡിലീറ്റ് ചെയ്യാം. അപ്പം മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഏറ്റവും കുറവ് മാർക്ക് ആർക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ ടോട്ടലിൻ്റെ ബേസ് ചെയ്തിട്ടല്ലേ മിനിമം കാണുക. അപ്പോൾ ഈക്വൽ ടു മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, MIN എന്ന് പറയുന്ന ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ടോട്ടൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ മിനിമം വാല്യൂ കിട്ടി 223 അല്ലേ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ. ഓക്കെ, അതാണ് മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇപ്പോൾ എക്സ്പ്ലെയിൻ എനി 5 ഫങ്ഷൻസ് ഇൻ MS Excel ചോദിക്കലുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഏത് പറയാം? ഒന്ന് സമ്മ്, ഒന്ന് ആവറേജ് പറയാം. ഈ സമ്മ്, ആവറേജ്, പിന്നെ ഏതാ ഈക്വൽ ടു മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഏത് ചെയ്യാം? മാക്സിമം എന്ന് പറയും. മാക്സിമം ഈക്വൽ ടു മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം, ടോട്ടൽ സെലക്ട് ചെയ്യുക, അതിൽ മാക്സിമം വാല്യൂ കിട്ടും. എത്ര മാക്സിമം വാല്യൂ? 230. അടുത്തത് ഏതാണെന്ന് നമ്മൾ ഈ ഓട്ടോസമ്മിൽ വരുന്ന ഫംഗ്ഷൻസ് ഏതെല്ലാം ഞാൻ പറഞ്ഞു? സമ്മ് പറഞ്ഞു, ആവറേജ് പറഞ്ഞു, കൗണ്ട് നമ്പേഴ്സ് വേണം അല്ലേ. അതിന് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടാനുള്ള ഫംഗ്ഷനാണ് ഈക്വൽ ടു കൗണ്ട്, COUNT, കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ഏത് റോ ആയാലും സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ എന്ത് കിട്ടും? എത്ര ആൾക്കാരുണ്ട് എന്ന് കിട്ടും. ഇപ്പോൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം? എത്ര ടോട്ടൽ കൗണ്ട് കിട്ടും. 8, ഇത് 230. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു മാർക്ക് ലിസ്റ്റിൽ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചു? ടോട്ടൽ കണ്ടുപിടിച്ചു, ആവറേജ് കണ്ടുപിടിച്ചു, മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചു, മിനിമം വാല്യൂ. അപ്പോൾ ഏതെല്ലാം ഫംഗ്ഷനാണ് യൂസ് ചെയ്തത്? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ. ഏതെല്ലാം ഫംഗ്ഷൻ? സം, സം എന്ന് പറയുന്ന ഫംഗ്ഷൻ. പിന്നെ സിൻടാക്സ് എന്താ? ഈക്വൽ ടു SUM. അപ്പോൾ ഇത് ഇത്രയാണ് ഇവിടെ എവിടെയുള്ളത്? എഡിറ്റിംഗ് ടൂളിൽ ഓട്ടോസമ്മിൽ വരുന്ന മിനിമം ഫങ്ഷൻസ്. സമ്മ്, ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാക്സിമം, മിൻ. ഇനി ഈ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ടിലല്ല ഫോമുലാസിൽ ഓട്ടോസം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫോമുലാസിൽ ഓട്ടോസം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സമ്മ്, ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാക്സിമം, മിനിമം എന്നല്ല. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ ഇത് ഇങ്ങനെ വരും. അതിലും ഉണ്ട്. അതിനാണ് ഫോമുലാസിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ ഓരോ ഫംഗ്ഷൻ നമ്മൾ ഓൾ കൊടുത്താലല്ലേ, ഇതിൽ ഓൾ ഫങ്ഷൻസ് കൊടുത്തിട്ട് ഇത്രയും ബിൽട്ടിൻ ഫങ്ഷൻസ് ഇതിലുണ്ട്. ഓരോന്നിൻ്റെ തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് സമ്മല്ലേ വേണ്ട, SUS അടിക്കുക. അപ്പോൾ എസിൻ്റെ എല്ലാ എക്സിൽ തുടങ്ങുന്ന എല്ലാ SUM അല്ലേ, സം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതാണ് ഇതിൻ്റെ തിയറി. സം എന്ന് പറഞ്ഞാൽ എന്താണ്? സം നമ്പർ 1 സിൻടാക്സ്. അപ്പോൾ ഏതെല്ലാം ഫംഗ്ഷൻ ഏതാണെന്ന് എഴുതുക? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതുക. അതിലെന്താ ആർഗ്യുമെൻറ്റ്സ് ഉള്ളത്? നമ്പർ 1, നമ്പർ 2 എക്സെട്ര അത്ര വേണം കൊടുക്കുക. ആഡ് ഓൾ ദി നമ്പേഴ്സ് ഇൻ റേഞ്ച് ഓഫ് സെൽസ്. ഇത്രയും തിയറി എഴുതുന്നുണ്ട്. സമ്മ് നമ്പർ 1, നമ്പർ 2 ആഡ് ഓൾ ദി നമ്പേഴ്സ് ഇൻ റേഞ്ച് ഓഫ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിൻഡോ വരുന്നത്. ഞാൻ ബിൽട്ടിനായിട്ട് കാണിച്ച ഡീഫോൾട്ട് ഇതിലുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വിൻഡോ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എങ്ങനെയാണ്? സമ്മ് നമ്പർ 1, നമ്പർ 2. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്താ? ആഡ് ഓൾ ദി നമ്പേഴ്സ് ഇൻ എ റേഞ്ച് ഓഫ് സെൽസ്. നമ്പർ 1, നമ്പർ 2 ആർ 1 to 250 നമ്പേഴ്സ് ടു സം. ഇത്രയും നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ പറ്റും. എത്ര മുതൽ? 1 to 255 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ലോജിക്കൽ വാല്യൂസ്
അപ്പോൾ ലോജിക്കൽ വാല്യൂ ടെക്സ്റ്റോ ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. സം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ലോജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൻഡ് ഓർ അങ്ങനെയുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. സമ്മിന് ഏത് ആർഗ്യുമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? നമ്പേഴ്സ്. ഇൻക്ലൂഡ് ഇഫ് ടൈപ്ഡ് ആസ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് സം ഫംഗ്ഷൻ്റെ സിൻടാക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മ് കാണണമെങ്കിൽ ഇവിടെ വെക്കുക. എങ്ങനെയും ചെയ്യാം. ഇൻസേർട്ട് ഫംഗ്ഷൻ എടുത്തിട്ട് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിട്ട് ചെയ്താലും മതി. സമ്മ് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ ഇങ്ങനെയെല്ലാം ചെയ്യാം. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുക, ഓക്കെ അടിക്കുക, ഇത് സെലക്ട് ചെയ്യണം. കണ്ട ഇത്രയും പണിയുണ്ട്. അപ്പോൾ നമുക്ക് ആ സമ്മിൻ്റെ പേരറിയണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈക്വൽ ടു സം ആണ് അതിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. അങ്ങനെയാണ് ഇൻസേർട്ട് സം എടുക്കുക. ഓട്ടോ സമ്മിൽ എത്ര ഫങ്ഷൻസ്? സമ്മ്, ആവറേജ്, കൗണ്ട്, മിനിമം, മാക്സിമം. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആയിട്ട് ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ ഫങ്ഷൻ, ഇത് തിയറി പോലെ പറയാം. ഒന്ന് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പറയും. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ വരുന്നതാണ് ഏത്? സമ്മ്, പിന്നെ സ്ക്വയർ റൂട്ട്, അങ്ങനെയുള്ള സിമ്പിൾ കുറേ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സം ഇപ്പോൾ പറഞ്ഞില്ലേ. ഇനി നമുക്കിപ്പോൾ സ്ക്വയർ റൂട്ട് കാണണം. ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? സം. SQM എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അടുത്തത് സ്ക്വയർ റൂട്ട്, SQRT. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ സൈൻ, ഒരു സംഭവത്തിൻ്റെ സൈൻ വാല്യൂ കാണാം, കോസ് വാല്യൂ കാണാം. ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ വരുന്ന. ലോഗ് വാല്യൂ കാണാം, സൈൻ, കോസ്, ടാൻ, എങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം. പിന്നെ സ്ക്വയർ റൂട്ട്, പവർ, ഇത്രയും ഫങ്ഷൻസ്. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ചോദിക്കാം. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചോദിച്ചാൽ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പറയാം. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ വരുന്നതാണ് സമ്മ്, സ്ക്വയർ റൂട്ട്, സൈന്, കോസ്, ലോഗ്, പവർ. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പം എല്ലാം പറയണമെന്നില്ല, ഒരു 5 എക്സാമ്പിൾ പറയാം. അപ്പോൾ സമ്മ് ചെയ്യുന്നത് നമ്മൾ ചെയ്തു. ഇനി എങ്ങനെ സ്ക്വയർ റൂട്ട് കാണുക? ഈക്വൽ ടു SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ. SQRT ഫംഗ്ഷൻ ഇപ്പോൾ ഒരു 222ൻ്റെ 25ൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഈക്വൽ ടു SQRT 25 എന്ന് കൊടുക്കുക. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 അല്ലേ? അത് കിട്ടിയില്ലേ? ഇനി സൈൻ വാല്യൂ, സൈൻ ഓഫ് 90 കാണണം. ഈക്വൽ ടു സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ? റിട്ടേൺ ദി സൈൻ വാല്യൂ ഓഫ് എ നമ്പർ. സൈൻ ഓഫ് 90 കൊടുത്താൽ അതിൻ്റെ സൈൻ വാല്യൂ കിട്ടും. ഇനി കോസ് ആണെങ്കിലോ ഈക്വൽ ടു കോസ് കൊടുത്താൽ, ഇപ്പോൾ കോസ് 90 കാണേണ്ടത് കോസ് ഓഫ് 90, അതിൻ്റെ കോസ് വാല്യൂ കിട്ടും. ലോഗ് ആണെങ്കിലോ ഈക്വൽ ടു ലോഗ് ഓഫ് ഒരു നമ്പർ കൊടുക്കുക. ലോഗ് ഓഫ് 1000, ലോഗ് ഓഫ് 1000 എത്രയാണ്? 3 അല്ലേ? 3 കിട്ടി. ഇനി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ സ്ക്വയർ റൂട്ടല്ലേ കിട്ടിയത്, സ്ക്വയർ കാണണം. ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ അല്ല, ഇപ്പോൾ ഒരു 25ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് പെട്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ എക്സൽ ഷീറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയർ കാണാൻ പറ്റും. POWER, പവർ ഓഫ്. അതിന് 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്താണ്? നമ്പർ, പവർ. ഇപ്പോൾ 2ൻ്റെ പവർ 2⁻³ കാണണമെങ്കിൽ 2 നമ്പർ, 3. പവർ എന്നുള്ളതാണ് റേസ്റ്റ് കൊടുക്കേണ്ടതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ്. അപ്പോൾ പവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്? നമ്പർ ആൻഡ് പവർ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഏതെല്ലാം ഉള്ളത്? സ്ക്വയർ റൂട്ട്, സമ്മ് നമ്മൾ ചെയ്തു. സമ്മ്, സ്ക്വയർ റൂട്ട്, സൈന്, കോസ്, ലോഗ്, പവർ, ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെല്ലാം നമ്മൾ എന്ത് പറയും? മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ മാത്ത് ആൻഡ് ട്രിങ് ഫങ്ഷൻസ് എന്നിട്ട് ഒരുപാടുണ്ട് കേട്ടോ. എക്സ്പോണൻഷ്യൽ, പവർ, പ്രൊഡക്റ്റ്, റാൻഡം, സൈന്, സ്ക്വയർ. പ്രൊഡക്റ്റും കാണാം അല്ലേ? സമ്മ് മാത്രമല്ല പ്രൊഡക്റ്റും കാണാം. ഇപ്പോൾ 2 സംഭവത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് വയ്ക്കുക? പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സംഭവം അല്ലേ? പ്രൊഡക്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു പ്രൊഡക്റ്റ്, PRODUC, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്നാ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ 23ഉം 56ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോമ ഇട്ടിട്ട് കൊടുത്താൽ മതി. ഈക്വൽ ടു പ്രൊഡക്റ്റ് 23,56 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എവിടെയുള്ളത്? മാത്ത് ആൻഡ് സ്ട്രിങ്ങിൽ ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്ന കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞു നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. സമ്മ്, സ്ക്വയർ റൂട്ട്, സൈന്, കോസ്, ടാൻ വാല്യൂ ഉണ്ടാവും കേട്ടോ. ഫാക്ടോറിയൽ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. പ്രൊഡക്റ്റ് ഇപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ഓർമ്മിക്കുക. സമ്മ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമ്പർ 1 എഴുതിയിട്ട് സമ്മ് അതിൻ്റെ സിൻടാക്സ് എഴുതുക. ഈക്വൽ ടു സമ്മ് നമ്പർ 1, നമ്പർ 2. ഇതിൻ്റെ സിൻടാക്സോ സ്ക്വയർ റൂട്ട് നമ്പർ എന്ന് കൊടുക്കുക. സൈൻ ആണെങ്കിൽ സൈൻ നമ്പർ, കോസ് ആണെങ്കിൽ കോസ് നമ്പർ, ലോഗ് ആണെങ്കിൽ ലോഗ് നമ്പർ, പവർ ആണെങ്കിൽ നമ്പർ കോമ പവർ വാല്യൂ, പ്രൊഡക്റ്റ് നമ്പർ 1, നമ്പർ 2. ഇത്രയും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ഇനി അടുത്തത് ലോജിക്കൽ ഫങ്ഷൻസ്. ലോജിക്കൽ ഫങ്ഷൻസ് ആണ് പറയുമ്പോൾ ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്നതാണ് ലോജിക്കൽ ഫങ്ഷൻസ് ആൻഡ്, ഓർ, നോട്ട്. അപ്പോൾ ഏതാണ് ആൻഡ് ഒരു ലോജിക്കൽ ഫങ്ഷനാണ്. പിന്നെ നോർ, ഓർ, ആൻഡ്, ഓർ, നോട്ട്, ഇതെല്ലാം നമ്മൾ ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ ആൻഡെല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. നമ്മൾ ആൻഡ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കൂടെയാണ് അധികം വരിക. അപ്പോൾ നമുക്ക് രണ്ട് ഇതിൻ്റെ സിൻടാക്സ് AND നോക്കിയാട്ടെ. സിൻടാക്സ് നോക്കിയാൽ ലോജിക്കൽ 1, ലോജിക്കൽ 2. ആൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് കണ്ടീഷനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ അത് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഞാൻ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഈക്വൽ ടു ആൻഡ് ഇപ്പം 1 + 1 ഈസ് ഈക്വൽ ടു 2 ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. 1 + 1 + 1 ഈസ് ഈക്വൽ ടു 2 ട്രൂ. അതിന് രണ്ടും കമ്പയർ ചെയ്യാൻ. പിന്നെ ഞാൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് 1 + 3 ഈസ് ഈക്വൽ ടു 1 + 3 ഈസ് ഈക്വൽ ടു 4. ഇത് രണ്ടും ട്രൂ ആണ് അല്ലേ. ഈ രണ്ട് കണ്ടീഷനും ട്രൂ അല്ലേ. 1 + 1 ഈസ് ഈക്വൽ ടു 2 ആണ്, 1 + 3. അപ്പോൾ നമ്മൾ ഇത് എൻ്റർ അടിച്ചു നോക്കുക. അപ്പോൾ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ആൻഡിൻ്റെ എങ്ങനെയാണ് ട്രൂ റിട്ടേൺ ചെയ്യുക? രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. ഞാനിവിടെ ഇപ്പോൾ 1 + 3 = 4 പകരം ഇത് 5 ആണ് കൊടുത്തതെന്ന് വെച്ചോ, അല്ല 7 ആണ് കൊടുത്തതെന്ന് വെച്ചോ. അപ്പോൾ അതെന്ത് റിട്ടേൺ ചെയ്യും? ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ആൻഡ് ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ട് വാല്യൂയും ഈക്വലായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നമുക്കിപ്പോൾ മാർക്ക് ലിസ്റ്റെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു കുട്ടി പാസ്സാവണമെങ്കിൽ അതിന് ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് ഒരു മിനിമം വാല്യൂ. ഇപ്പോൾ നിങ്ങളെ ലൈബ്രറി സയൻസ് ആണെങ്കിൽ 35 മാർക്ക് മിനിമം ഒരു പേപ്പറിന് വേണം. എന്തായാലും ടോട്ടൽ മാർക്ക് ഇത്ര വേണം, ഒരു 300-400 മാർക്ക് വേണമെന്ന് വെച്ചാൽ. അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു പേപ്പറിന് ഫെയിലായാൽ എന്ത് ചെയ്യാൻ പാടില്ല, അവർ പാസ്സാകാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ചെക്കിങ്ങിനെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈഫിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ ഓപ്പറേറ്ററാണ് എന്ത്? ആൻഡ്. അപ്പോൾ ആൻഡ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം? ആൻഡ് ലോജിക് 1, ലോജിക് 2 ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രം അത് റിട്ടേൺ ചെയ്യും, ട്രൂ എന്ന് വാല്യൂ റിട്ടേൺ ചെയ്യും. ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതാണ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെക്സ്റ്റ് ഓർ. ഈക്വൽ ടു അതിന് സെയിം സിൻടാക്സ് തന്നെ. ഓർ ലോജിക് 1, ലോജിക് 2 അങ്ങനെ. അപ്പോൾ ഓർ നമ്മൾ എങ്ങനെയാണ് സിൻടാക്സ് ചെയ്തു? ഇതേപോലെ തന്നെ എക്സാമ്പിൾ പറയാം. 1 + 1 ഈസ് ഈക്വൽ ടു 2, 1 + 1 ഈസ് ഈക്വൽ ടു 1 + 2 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതെന്താ ട്രൂ തന്നെ. രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിലും ട്രൂ റിട്ടേൺ ചെയ്യും. പിന്നെ എങ്ങനെ ഒരു കണ്ടീഷൻ ഫാൾസ് ആയാലും ട്രൂ റിട്ടേൺ ചെയ്യും. ഇതിപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് അല്ലേ, ഈ കണ്ടീഷൻ അല്ലേ ട്രൂ ഉള്ളൂ. ഓർ എന്ന് പറഞ്ഞാൽ ഓർന്നില്ല ആക്ഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി അല്ലേ. 1 + 1 ഈസ് ഈക്വൽ ടു 2 ഞാൻ രണ്ടാമത്തെ കണ്ടീഷൻ ഫാൾസ് അല്ലേ. 1 + 2 ഈസ് ഈക്വൽ ടു 5 ഫാൾസ്. പക്ഷേ ഇത് ട്രൂ തന്നെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓർ ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ വർക്ക് ചെയ്താൽ മതി. രണ്ട് കണ്ടീഷനും ഫെയിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, രണ്ട് കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഇത് ഫാൾസ് റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് 1 + 1 ഈസ് ഈക്വൽ ടു 1 കൊടുത്തു വെച്ചാൽ അപ്പോൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഓറും ഈഫിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഈഫ് ആൻഡ് ഇത് വെറുതെ ഒരു ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യില്ല. നമ്മൾ ഈഫ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ഏത്? ആൻഡ് ഫംഗ്ഷൻ ആൻഡ് ഓർ ഫംഗ്ഷൻ. അപ്പോൾ ഓറിൻ്റെ എക്സാമ്പിൾ മനസ്സിലായില്ലേ? 1 + ഒരു രണ്ട് വാല്യൂ ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും.
ഒരു വാല്യൂ ട്രൂ ആണെങ്കിലും ട്രൂ റിട്ടേൺ ചെയ്യും, രണ്ട് വാല്യൂ ഫാൾസ് ആണെങ്കിലും മാത്രമേ ഓർ ലെന്ത് ഫാൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, തിയറി ഇങ്ങനെ എഴുതുക, ജസ്റ്റ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ സിൻടാക്സ് എഴുതുക, വിത്ത് എക്സാമ്പിളും എഴുതുക. ഇനി നോട്ട് ഓപ്പോസിറ്റ് ആക്ഷൻ. 1 ട്രൂ കൊടുത്താൽ ഫാൾസ് വരും, ഫാൾസ് കൊടുത്താൽ ട്രൂ വരും. അപ്പോൾ 1 കൊടുത്താൽ 0, 0 കൊടുത്താൽ 1 ഇല്ല. ഓപ്പോസിറ്റ് ആക്ഷൻ നോട്ട് ഈക്വൽ ടു എന്നെല്ലാം വെച്ച് 1 ആണെങ്കിൽ ട്രൂ എന്ന് വരും, അല്ല 1 ആണെങ്കിൽ ഫാൾസ് വരും, 0 കൊടുത്താൽ ട്രൂ വരും. ഓപ്പോസിറ്റ് ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ട്രൂ. അപ്പോൾ ലോജിക്കൽ ഫങ്ഷൻസിന് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ആകെ നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫങ്ഷൻസിന് എക്സലാണ്. അപ്പോൾ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പറയാം, എക്സാമ്പിൾസ് പറയാം, ലോജിക്കൽ ഫങ്ഷൻസ് പറയാം, എക്സാമ്പിൾസ് പറയാം. ഇനി തേർഡ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിൽ ഞാൻ ഏകദേശം എല്ലാം പറഞ്ഞു അല്ലേ. ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിൽ വരുന്നത്. ഒന്നാമത്തേത് ആവറേജ്. ആവറേജ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ. നമ്മൾ ഈ മാത്തമാറ്റിക്കലി കൗണ്ടും കൂടെ പറയാം കേട്ടോ, കൗണ്ട് നമ്മൾ ചെയ്തതല്ലേ. ഓക്കെ, ആവറേജ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ. മിനിമം ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ. മാക്സിമം ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ. ഇപ്പോൾ 3 എക്സാമ്പിൾ പറഞ്ഞാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും ഇതിൽ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് ഏത് പറഞ്ഞാൽ ആവറേജ്, മിനിമം, മാക്സിമം എന്നുള്ളത് എന്ത് പറഞ്ഞാൽ മതി, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിന് എക്സാമ്പിൾ പറഞ്ഞാൽ മതി. അപ്പോൾ ആവറേജ് എങ്ങനെയാണ് നമ്മൾ കാണിക്കുക, ഈക്വൽ ടു ഏതാ ഫങ്ഷൻ, ആവറേജ് എന്ന് തന്നെ യൂസ് ചെയ്യണം അല്ലേ. ആവറേജ് ഓഫ് സിൻടാക്സ് എങ്ങനെയാണ്, നമ്പർ 1 നമ്പർ 2 അത് സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും നമ്പർ, ഇതിൻ്റെ ആവറേജ്, ടോട്ടലിൻ്റെ ആവറേജ് ഇതിൻ്റെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമ്പർ 1 നമ്പർ 2 എന്ന് കൊടുത്താലും മതി. ഇങ്ങനെയും ചെയ്യാം. സെലക്ട് ചെയ്യാണ്ട് ഇപ്പം ഒരു 5-6 വാല്യൂവിൻ്റെ നമുക്ക് സെലക്ഷനൊന്നുമില്ല, ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ട് ആവറേജ് കാണണമെങ്കിലോ ഈക്വൽ ടു ആവറേജ് എന്ന് കൊടുക്കുക. ഇപ്പം 12, 13, 14, 15, 16 ഇതിൻ്റെ ആവറേജ് വാല്യൂ കാണണം. ഡയറക്റ്റ് വാല്യൂ അടിച്ചു കൊടുത്താലും മതി. ഈക്വൽ ടു ആവറേജ് ഓഫ് നമ്പേഴ്സ് കൊടുക്കുക. 12, 13, 14, 15 and 16. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ 14 കിട്ടി. ഇങ്ങനെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, റേഞ്ച് സെലക്ട് ചെയ്തതിന് പകരം ഡയറക്റ്റ് വാല്യൂ എൻ്റർ ചെയ്തിട്ടും കൊടുക്കാം. ഈക്വൽ ടു ആവറേജ് നമ്പർ 1 നമ്പർ 2 നമ്പർ 3 അങ്ങനെ എത്ര നമ്പേഴ്സ് വേണം കൊടുക്കാം. നെക്സ്റ്റ് ഈക്വൽ ടു മിനിമം വാല്യൂ. MI എന്നുള്ള ഇതെടുക്കുക, അതിൽ വാല്യൂസ്. ഇപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ കാണണം. കുറച്ച് നമ്പേഴ്സ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ മിനിമം വാല്യൂ ആണെങ്കിൽ ഈക്വൽ ടു മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിലെ മിനിമം വാല്യൂ 12 അല്ലേ അടിച്ചിട്ടുണ്ടായിരുന്നു, 12 മിനിമം വാല്യൂ കിട്ടി. അതിന് മാക്സിമം വാല്യൂ കാണണമെങ്കിൽ ഈക്വൽ ടു മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൽ മാക്സിമം നമുക്ക് നമ്പേഴ്സ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിലുള്ള മാക്സിമം വാല്യൂ കിട്ടും. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ എത്രയാ, 90. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ മനസ്സിലായില്ലേ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ലോജിക്കൽ ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്. അടുത്തത് ടെക്സ്റ്റ് ഫങ്ഷൻസ്. നമുക്കൊരു 5 ഫങ്ഷൻസ് പഠിക്കാം അല്ലേ. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഇതാണ്. നെക്സ്റ്റ് ഏതാ, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസായി, ലോജിക്കൽ ഫങ്ഷൻസായി, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്. നെക്സ്റ്റ് ടെക്സ്റ്റ് ഫങ്ഷൻസ്. ടെക്സ്റ്റ് ഫങ്ഷൻസ് ഇൻ എക്സൽ. ടെക്സ്റ്റ് ഫങ്ഷൻസിൽ എക്സാമ്പിൾ നമുക്ക് സിമ്പിൾ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഈക്വൽ ടു ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. LEN ഒരു വെൽക്കം. അതിന് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ അത് കൊട്ടേഷൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ കൊടുക്കണം, ഡബിൾ കോട്ടിൽ കൊടുക്കണം. അപ്പോൾ ഈ വെൽക്കം എന്ന് പറയുന്ന ടെക്സ്റ്റിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യും. അപ്പോൾ ഇതെന്താണ്, ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈക്വൽ ടു ലെൻ ഓഫ്. അപ്പോൾ സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു LEN. അതിൻ്റെ തിയറി റിട്ടേൺസ് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ടെക്സ്റ്റ് സ്ട്രിങ്. തിയറി എന്താണ്, റിട്ടേൺസ് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ടെക്സ്റ്റ് സ്ട്രിങ്. അപ്പോൾ ലെന്നിൻ്റെ സിൻടാക്സ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ടെക്സ്റ്റ്. അപ്പോൾ ഈക്വൽ ടു ലെൻ, ടെക്സ്റ്റ് കൊടുക്കേണ്ടത് ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കുക. വെൽക്കം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുക, ഡബിൾ കൊട്ടേഷൻ ഓഫ്. അപ്പോൾ എത്ര 7 ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് റിട്ടേൺ ചെയ്യും. അതാണ് ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ടെക്സ്റ്റ് ഫംഗ്ഷനാണ് ഇത് എഴുതാല്ലേ. അപ്പോൾ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് അല്ല ടെക്സ്റ്റ് ഫംഗ്ഷൻ ഏതാണ്, ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ.
അടുത്തത് ഈക്വൽ ടു അപ്പർ, ടു അപ്പർ, ടു അപ്പർ, ടു അപ്പർ UPPER ആണ്. ടു അപ്പർ തന്നെയാണ് അല്ലേ, അപ്പർ തന്നെ, ടു അപ്പർ അല്ല, അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺവേർട്ട്സ് ദി ടെക്സ്റ്റ് സ്ട്രിങ് ടു ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നമ്മൾ വേർഡിലാണെങ്കിൽ എന്താ ചെയ്യുക, ചേഞ്ച് കേസ് ഓപ്ഷൻസ് പോയിട്ട് ക്യാപിറ്റൽ ചെയ്യും. അതിന് പകരം നമുക്കിപ്പോൾ ഇതിലുള്ള ടെക്സ്റ്റെല്ലാം എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സിൻടാക്സ് എന്താണ്, കൊട്ടേഷനിൽ ടെക്സ്റ്റ് കൊടുക്കുക, ഒരു സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യ ഞാൻ സ്മോൾ ലെറ്ററിൽ കൊടുത്തു, ഇന്ത്യ എന്ന് സ്മോൾ ലെറ്റർ കൊടുത്തത് എന്ത് ചെയ്യും, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് വരും. ഇതാണ് ഏത് ഫംഗ്ഷൻ, അപ്പർ. അപ്പോൾ എങ്ങനെ ഇത് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈക്വൽ ടു അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പർ ബ്രാക്കറ്റ് ഡബിൾ കൊട്ടേഷനിൽ സ്മോൾ ലെറ്റർ കൊടുക്കുക, ഇന്ത്യ ഡബിൾ കൊട്ട്, ഓക്കെ, അത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ലോവർ കേസിന് വേണ്ടിയിട്ട് എന്താണ്, ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അപ്പർ കേസിലുള്ളത് ലോവർ കേസിലേക്ക് മാറ്റാനുള്ള ഫംഗ്ഷനാണ് ഈക്വൽ ടു ലോവർ, LOWER, ലോവർ എന്നുള്ള ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് ലോവർ കേസ് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ഫംഗ്ഷനിൽ എക്സാമ്പിൾ. ഒന്നാമത് ലെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതെങ്ങനെ കൊടുക്കേണ്ടത്, ഈക്വൽ ടു LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ, ദെൻ ടെക്സ്റ്റ് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് റിട്ടേൺ ചെയ്യും. എന്ത് ഫംഗ്ഷനായി, ഓക്കെ, അപ്പറായി ലോവറായി. ഇനി ഈക്വൽ ടു കോൺകാറ്റിനേറ്റ്, രണ്ട് സ്ട്രിങ് ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രിങ് ആക്കണമെങ്കിൽ കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ബിൽറ്റിൽ. കോൺകാറ്റിനേറ്റ് എന്ന് പറയുമ്പോൾ ജോയിൻസ് സെവറൽ ടെക്സ്റ്റ് സ്ട്രിങ് ടു വൺ ടെക്സ്റ്റ് സ്ട്രിങ്. കുറേ സ്ട്രിങ് ജോയിൻ ചെയ്തിട്ട് ഒറ്റ സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, കോൺകാറ്റിനേറ്റ്. കോൺകാറ്റിനേറ്റ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റും കോമ, അപ്പോൾ ഒരു സ്ട്രിങ് കൊട്ടേഷനിൽ കൊടുത്തിട്ട് ജോയിൻ ചെയ്യേണ്ട സ്ട്രിങ് എന്ത് ചെയ്യണം, അടുത്ത സ്ട്രിങ് ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കണം. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് 1 കോമ ടെക്സ്റ്റ് 2 കോമ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇങ്ങനെ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കണം. അപ്പം ഇന്ത്യ കോമ ഈസ് മൈ കൺട്രി എന്നിട്ട് കൊടുക്കണം എന്ന് വെച്ചോ. അപ്പോൾ ആവശ്യമില്ലാത്ത ടെക്സ്റ്റ് കൊടുക്കുക. അതിന് ശേഷം കോൺകാറ്റിനേറ്റിന് 2 സ്ട്രിങ് മിനിമം കൊടുക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യ ഈസ് മൈ ജോയിൻ ചെയ്തിട്ട് ഒറ്റ വേർഡായിട്ട് വരും. അതാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ ഏതാണ്, കോൺകാറ്റിനേറ്റ്. അപ്പോൾ സിൻടാക്സ് എങ്ങനെ എഴുതുക, ഇത് ടെക്സ്റ്റ് ഫങ്ഷൻസ് ആണ്. ഈക്വൽ ടു കോൺകാറ്റിനേറ്റ്, ഇതിൽ തന്നെ ഉണ്ടാവും, സ്പെല്ലിങ് പഠിക്കണം എന്നൊന്നുമില്ല, അടിക്കുമ്പോൾ വരും. കോൺകാറ്റിനേറ്റ് 2 സ്ട്രിങ് അല്ലേ, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, കൺട്രി എന്ന് പറഞ്ഞിട്ട് സെമിക്കോണൊന്നും കൊടുക്കണ്ട. അപ്പം അത് ജോയിൻ ചെയ്തിട്ട് വരും കോൺകാറ്റിനേറ്റ്. അപ്പം ലെന്ന്, അപ്പർ, ലോവർ, കോൺകാറ്റിനേറ്റ്, ഇത്രയും ഫങ്ഷൻസ് പഠിച്ചാൽ മതി അല്ലേ. കുറേ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വേണ്ട. ടെക്സ്റ്റ് ഫങ്ഷൻസ് നിങ്ങൾ ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി, ലെന്ന്, അപ്പർ, ലോവർ, കോൺകാറ്റിനേറ്റ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ആണ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. അടുത്തത് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് നമുക്ക് കറണ്ട് ഡേറ്റ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൽ കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈക്വൽ ടു ഫങ്ഷൻസ് എഴുതാം. നൗ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ. നൗ എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷനാണ്. അപ്പോൾ ഈക്വൽ ടു നൗ എന്ന് പറയുന്ന ഫങ്ഷൻ അടിച്ചു നോക്കുക. അപ്പോൾ എന്താ കിട്ടിയത്, കറണ്ട് ടൈമും കറണ്ട് ഡേറ്റും, കറണ്ട് ടൈമും കറണ്ട് ഡേറ്റും വന്നു അല്ലേ. ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എന്ത് വന്നു, കറണ്ട് ടൈം ആൻഡ് കറണ്ട് ഡേറ്റ്. ഇനി ടുഡേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ടുഡേ. ടുഡേ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈക്വൽ ടു ടുഡേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ടുഡേ എന്ന് പറയുമ്പോൾ എന്താണ്, കറണ്ട് ഡേറ്റ് മാത്രം വരും. നൗ കൊടുത്താൽ എന്താ കിട്ടുക,
കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം, അതിൽ ആർഗ്യുമെൻ്റ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഈക്വൽ ടു നൗ എന്ന് പറഞ്ഞാൽ കറണ്ട് ടൈം. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന ഈ കറക്റ്റ് ടൈമാണ് അതിൽ ഡിസ്പ്ലേ ചെയ്തത്, ആ ഡേറ്റും ആ ടൈമും. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് മാത്രം വരും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നൗ കറണ്ട് ടൈമും ഡേറ്റും ഡിസ്പ്ലേ ചെയ്യും, ടുഡേ കറണ്ട് ഡേറ്റ് മാത്രം. ഇനി ടൈം എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ടൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളൊരു വാല്യൂ കൊടുത്താൽ ആ ടൈം ഫോർമാറ്റിൽ വരും. ഇപ്പോൾ 1 അവർ, സെക്കൻഡ്, അത് ആ ഒരു ടൈമിൻ്റെ ഫോർമാറ്റിലേക്ക് വരും. ഉണ്ടാ നമ്മൾ 1 3 6 കൊടുത്തത് എങ്ങനെ വന്നു? 1 3 AM എന്നിട്ട് വന്നു. ആ ടൈം ഫോർമാറ്റിലേക്ക് വരും, അത്രയും. നമ്മളൊരു വാല്യൂസ് കൊടുത്താൽ ആ ഫോർമാറ്റിലേക്ക്, ടൈമിൻ്റെ ഫോർമാറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈക്വൽ ടു ടൈം. ആദ്യം നമ്മൾ അതിൻ്റെ വാല്യൂസ് എന്തെല്ലാം? അവർ, മിനിറ്റ്, സെക്കൻഡ് കൊടുക്കുക. ഇപ്പോൾ 2 അവർ 10 മിനിറ്റ് 20 സെക്കൻഡ് കോമയിട്ട് കൊടുത്താൽ അപ്പോൾ ടൈമിൻ്റെ സിൻടാക്സ് ടൈം, അവർ, മിനിറ്റ്, സെക്കൻഡ്. അപ്പോൾ ആ ടൈമിൻ്റെ ഫോർമാറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. 2:10 AM എന്ന് വന്നു. ഓക്കെ, ഇതാണ് ടൈം ഫങ്ഷൻസ്. ഇനി ഡേറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഈക്വൽ ടു ഡേറ്റ് എന്ന് പറയുന്ന ഒരു ടൈം ആൻഡ് ഡേറ്റ് ഫംഗ്ഷൻസ് അല്ലേ പറഞ്ഞത്. ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? ഇയർ, മന്ത്, ഡേ. നമ്മൾ ഇയർ ആദ്യം കൊടുക്കും. ഏറ്റവും 2001 മന്ത് 3rd മന്താണ്, ഡേ 12 വെച്ചു. അത് ആ ഒരു ഡേറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ ഏതാണ്? ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈക്വൽ ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം? ഇയർ, ഇപ്പം 2001 മന്ത് 6th മന്തും ഡേ 23 ആണെങ്കിൽ ആ ഡേറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നില്ലേ? അപ്പോൾ ഇത്രയും ഫംഗ്ഷനാണ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത്രയും ഫങ്ഷൻസേ പഠിക്കാനുള്ളൂ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ലോജിക്കൽ ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്, ടെസ്റ്റ് ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് നോക്കുക, അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് റീസെൻ്റ്ലി യൂസ്ഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിയിൽ ഏതെല്ലാം? മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ലോജിക്കൽ ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്, ടെക്സ്റ്റ് ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ കൗണ്ട്, സമ്മ്, സ്ക്വയർ റൂട്ട്, സൈന്, കോസ്, ലോഗ്, പവർ, പ്രൊഡക്റ്റ് എന്നുള്ള സംഭവമെല്ലാം പറയാം. ലോജിക്കൽ ഫങ്ഷൻസിൽ ആൻഡ്, ഓർ, നോട്ട്, ഇത്രയും ഫങ്ഷൻസ് പറയാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിൽ ആവറേജ്, മിനിമം, മാക്സിമം എന്നീ ഫങ്ഷൻസ്. ടെക്സ്റ്റ് ഫങ്ഷൻസിൽ ലെന്ന്, അപ്പർ, ലോവർ, കോൺകാറ്റിനേറ്റ് ഫങ്ഷൻസ്. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസിൽ നൗ, ടുഡേ, ടൈം, ഡേറ്റ് എന്നീ ഫങ്ഷൻസ് പറയാം. അപ്പോൾ നമ്മൾ ഈ മെനു കംപ്ലീറ്റ് ആയില്ലേ? ഫോണ്ടായി, അലൈൻമെൻറ്റ്, നമ്പർ, സ്റ്റൈല്, സെല്ല്, എഡിറ്റിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ എക്സൽസും പഠിച്ചു. നിങ്ങൾക്ക് കാര്യമായിട്ട് ചോദിക്കാനുള്ളത് ഈ ഫങ്ഷൻസ് ആയിരിക്കും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർട്ട് പഠിക്കാനുണ്ട്. അത്രയാണ് ചോദിക്കാൻ ചാൻസ് ഇല്ല, അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഇനി സോർട്ടിങ്ങിന് പറയാം. ജസ്റ്റ് സോർട്ടിങ്, ഹൗ ടു സോർട്ട് ആൻഡ് ഫിൽറ്റർ ഇൻ MS വേർഡ്, അല്ല MS Excel. അത് ഞാൻ പറഞ്ഞിനോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. എന്നാൽ ഓക്കെ, എന്നാൽ ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.